അള്ളാഹുവിൻ്റെ ഉന്നതരായ സൃഷ്ടികളാണ് മലക്കുകൾ. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അതുകൊണ്ട് തന്നെ അവരുടെ ദുആക്ക് ഇജാബത്ത് ഉറപ്പാണ്. മുഅ്മിനീങ്ങളായ ആളുകൾക്ക് വേണ്ടി 8 സന്ദർഭങ്ങളിൽ മലക്കുകൾ ദുആ ചെയ്യുമെന്നാണ്. അതിൽ ഒരു സന്ദർഭം, സ്വതക്ക നൽകുന്ന ആളുകൾക്ക് സ്വതക്ക നൽകുമ്പോൾ ആ സമയത്ത് ഒരു മലക്ക് വന്ന് ദുആ ചെയ്യുമത്രേ, അള്ളാഹു അവനെ നീ വർദ്ധിപ്പിച്ചു കൊടുക്കണേ എന്ന്. ഖൈബറിന്റെ യുദ്ധവേളയിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലുള്ള സർവ്വതും സ്വതക്ക നൽകാൻ തീരുമാനിച്ചപ്പോൾ ഒരു സ്വഹാബി തന്റെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലാതിരുന്ന വേളയിൽ ജൂതനായ ഒരു സഹോദരന്റെ വീട്ടിൽ പോയി പണിയെടുത്ത് അതിൽ നിന്ന് ലഭിച്ച കൂലിയായ ഒരു കൈക്കുമ്പിളിൽ ഈത്തപ്പഴവും കൊണ്ട് മുത്തുനബിയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ കൈ ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറയാണ്, സ്വർഗാവകാശിയുടെ കയ്യിനെ കാണണമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുക എന്ന്. ഈ ഒരു സ്വർഗാവകാശി പട്ടം കിട്ടാൻ കാരണമായത് ഈ സ്വഹാബി വര്യൻ ചെയ്ത ത്യാഗമാണ്. അങ്ങനെ ഒരു ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് സ്വതക്ക നൽകുക എന്നുള്ള പുണ്യകർമ്മമാണ്. സമ്പത്തിനെ പരിശുദ്ധിപ്പെടുത്താനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വതക്കയും സകാത്തുമെല്ലാം വെച്ചിട്ടുള്ളത്. ഈ പരിശുദ്ധമായ റമദാനിൽ സ്വതക്ക അധികരിപ്പിക്കാൻ നമ്മൾ സന്നദ്ധത കാണിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ.